സൗകര്യമനുസരിച്ച് വാക്കുകൾ മാറുന്ന പലരുമുണ്ട്. അതുപോലെയാണ് പാർവതി ജയറാം കല്യാണം കഴിഞ്ഞ് സുഖമായി ജീവിക്കുകയാണെങ്കിലും അവരുടെ പ്രണയത്തിന് തുടക്കമിട്ടത് തേക്കടിയിലാണെന്ന് പാർവതി തുറന്നടിച്ചത്. അത് അസത്യമല്ലേ? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ചില ബന്ധങ്ങൾ, പ്രത്യേകിച്ച് സിനിമാക്കാരുടെ ബന്ധങ്ങൾ, അവരുടെ പ്രണയത്തിൻ്റെ സാക്ഷികളാവാനും ആ പ്രണയം സമൂഹ മധ്യത്തിൽ കൊണ്ടുവരാനും ഏറെ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു 90% വിവാഹങ്ങളും എത്ര നിഷേധിച്ചാലും നടന്നിട്ടുണ്ട്. പലരും കുടുംബജീവിതം നയിച്ചു പോരുന്നവരുമാണെന്ന് ആലോചിക്കണം. എന്നാൽ ചില പ്രണയബന്ധങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. അതിൽ ഇന്നും ഞങ്ങൾ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പാർവതി ജയറാമിൻ്റെ പ്രണയം അത് തേക്കടിയിൽ വെച്ചാണെന്ന് പാർവതി പറയുമ്പോൾ അല്ല എന്ന് നിരവധി തെളിവുകൾ എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ ആദ്യം കാണുന്നത് ഈ രസകരമായ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ, ഈ ജയറാം ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ, അതായത് പത്മരാജൻ്റെ അപരൻ എന്നുള്ള സിനിമയിലാണ് അഭിനയിക്കാൻ വന്നത്. അന്ന് പത്മരാജൻ, ഇപ്പോൾ ഞങ്ങൾ നാനാപ്രസിദ്ധികളും ചില വളരെ സജീവമായി ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന അവസരമാണത്. എല്ലാ സിനിമക്കാർക്കും ഞങ്ങൾ വേണം. അപ്പോൾ ഉദയ സ്റ്റുഡിയോയിൽ, ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലാണ് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തത്. മധുസാർ അടക്കമുണ്ട്, മധുസാറുണ്ട്, പാർവതി ഉണ്ട്. പാർവതി അന്ന് സ്റ്റാറാണ് കേട്ടോ. ജയറാമുണ്ട്, പത്മരാജുണ്ട്. അപ്പോൾ പത്മരാജൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതായത് ജയറാം എൻ്റെ പയ്യനാണ്, അവന് മാക്സിമം നിങ്ങളൊന്ന് ബൂസ്റ്റ് കൊടുക്കണം. മലയാള സിനിമയിൽ അവൻ ആരൊക്കെ ആയിത്തീരും, അക്കാര്യം യാതൊരു സംശയവുമില്ല. പത്മരാജൻ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചോ ഒരു നടിയോ മറ്റേതെങ്കിലും നടിയെക്കുറിച്ചോ നടനെക്കുറിച്ചോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സത്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ തന്നെ ഞങ്ങളൊരു പ്രത്യേക കണ്ണ് ഈ മറ്റേ ജയറാമിൽ വന്നു. എന്താ കാര്യത്തിൽ ജയറാം ഒരു പുതിയ നടനാണ്. ആ പുതിയ നടൻ വരണം. ഞങ്ങളെപ്പോഴും അങ്ങനെ പുതിയവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഈ വമ്പന്മാരുടെ കുത്തയ്ക്ക് കുറച്ചൊരു ശമനം വരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ വളരെ എന്തൊരു ഭവ്യത എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ജയറാമിൻ്റെ അന്നത്തെ ഭവ്യത കാണുമ്പോൾ ഇങ്ങനെ ഇത്രയും കൂടുതൽ ഭവ്യത കാണിക്കുന്നവന്മാർ കള്ളത്തരമുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇയാളൊരു അങ്ങനെ ആവുമോ? പക്ഷെ പിന്നീടുള്ള കാര്യങ്ങളിൽ അത് ആ ഭവ്യത, അതിഭവ്യത മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയാണ് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഷോട്ടെല്ലാം കഴിഞ്ഞ് ഈ പാർവതി വെച്ചാൽ അതിസുന്ദരിയാണെന്ന് ആലോചിക്കണം. ഈ സുന്ദരിയാണ് മാത്രമല്ല, കുറേ സിനിമകളിൽ ലഭിച്ചൊരു സ്റ്റാറായി നിൽക്കുന്ന എല്ലാവരുടെയും പ്രിയ നായികയായിട്ട് സമയം. ആ സമയത്താണ് നായകനായിട്ട് ജയറാം വന്നത്. അപ്പോൾ ജയറാമിന് പാർവതി കണ്ടപ്പോൾ നമ്മൾക്ക് ഓട്ടോഗ്രാഫൊക്കെ മേടിക്കണ പോലെ പാർവതിയുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. പറയണത് എപ്പോഴാണെന്ന് വെച്ചാൽ, അന്ന് അഭിനയിക്കാൻ വരുമ്പോഴും വീശും. ആൾ വീശുന്ന കാര്യത്തിൽ മോശക്കാരൊന്നുമല്ല. അത് കഴിഞ്ഞിട്ടാണ് എന്തിനാ ഇപ്പോൾ കഴിക്കുന്നത്, അല്ല എനിക്കൊരു ധൈര്യം വേണം, പാർവതി അഭിമുഖീകരിക്കണമെന്ന്. അങ്ങനെ പാർവതിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ നോക്കും, പാർവതിയുടെ മുന്നിൽ ജയറാം നിൽക്കുകയാണ്, പാർവതി ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ പാർവതി പറയുന്നുണ്ട്, ഇരിക്കുമോ എന്ന് പറയുമ്പോൾ ഇല്ല ഞാനിവിടെ നിന്നോളാം. എങ്ങനെ നിൽക്കുന്നു? ആ പാർവതിയുടെ മുമ്പിൽ നിന്ന് പതുക്കെ പതുക്കെ ഒന്ന് കുരിഞ്ഞ് നടുവൊന്ന് കുറച്ച് കുനിച്ച് കൈ കെട്ടി വിനീത വിധേയനായിട്ടാണ് നിൽക്കുന്നത്. ഇത് കണ്ട് പാർവതി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇരിക്കുന്നേ, നമ്മളൊക്കെ ആർട്ടിസ്റ്റുകളല്ല, അല്ല ഞാൻ അങ്ങനെ 1.5 മണിക്കൂർ നിന്ന് സംസാരിച്ചു. പക്ഷേ ജയറാമിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജയറാം പറഞ്ഞു, അതൊക്കെ എൻ്റെ ഒരു നമ്പറല്ലേ, അത് മനസ്സിലായില്ലേ, അല്ലെങ്കിൽ എനിക്ക് ഇരിക്കണമെന്താ കുഴപ്പം? അതാണ് ജയറാം എന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ജയറാം പിന്നെ പടിപടിയായി തന്നെ, അതായത് മോശക്കാരനല്ല, അയാളിൽ നമ്പറുകളൊക്കെ ഉണ്ട്. ചില നമ്പറുകൾ കിട്ടിയ സംവിധായകരൊക്കെ നല്ല സംവിധായകർ, പത്മരാജൻ കഴിഞ്ഞു, സത്യനന്ദിക്ക കഴിഞ്ഞു, അങ്ങനെ പോയി തിരക്കിലേക്ക് പോയ ഒരു നടനാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ അമിതമായ വിനയം സ്വന്തം കാര്യത്തിന് വേണ്ടിയാണെന്ന് ആലോചിക്കണം. ആ ജയറാം ഓരോ പടം കഴിഞ്ഞു പ്രശസ്തമായി. പിന്നെ രാജസേനായിട്ട് കൂട്ടുകെട്ടായി. രാജസേനായിട്ട് കൂട്ടുകെട്ട് വന്നപ്പോൾ കുറേയും കൂടി പടങ്ങൾ ഹിറ്റായി. നല്ലൊരു ടീമായിരുന്നു ആലോചിക്കണം. അപ്പോൾ അത് പറഞ്ഞു വന്നത്, അതിനു മുമ്പ് പാർവതിയെ ജയറാം പ്രണയിച്ച സംഭവമാണത്. ഈ പ്രണയം തുടങ്ങിയത് പുതിയ കരുക്കൾ, അതാണ് പാർവതി പറഞ്ഞത്. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത പുതിയ കരുക്കൾ എന്ന ഷൂട്ടിങ് മറ്റേ തേക്കടിയിൽ നടക്കുന്നു. അവിടെ വെച്ചാണ് പ്രണയം തുറന്ന് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അത് തെറ്റാണെന്ന് ഞാൻ പറയാൻ കാരണം, അതിനു മുമ്പേ തന്നെ ഞങ്ങൾ ഇവരുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, എഴുതിയിരുന്നു. ആ പ്രണയം സത്യത്തിൽ ആരും പാർവതിയും നിഷേധിച്ചിട്ടുണ്ടായില്ല. പാർവതി നിഷേധിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ജയറാം നിഷേധിച്ചിട്ടില്ല. ഞങ്ങൾ ജയറാമിനെ ഒരിക്കൽ ഭീഷണിപ്പെടുത്തുന്ന
ഭീഷണിപ്പെടുത്തുന്നത്. ജയറാമേ പ്രണയം സത്യമാണ്, സത്യമാണ്, പിന്നെ ഏതെങ്കിലും വേറെ ആരെങ്കിലും ചോദിച്ചാൽ പ്രണയം നിഷേധിച്ചാൽ ഞങ്ങളുടെ സ്വഭാവം മാറും. അങ്ങനെയും ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടൊന്ന് ആലോചിക്കണം. ഭീഷണിപ്പെടുത്തുക വെച്ചാൽ പിന്നെ ഇവരുടെ ടീച്ചർ എന്ന് പറഞ്ഞാൽ പാർവതിയുടെ അമ്മ ഒരു വല്ലാത്തൊരു കഥാപാത്രമാണ്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ മകള് സിനിമയിൽ അഭിനയിക്കാൻ വന്ന് ഒരു നടനുമായിട്ട് പ്രണയമാണെന്ന് കേൾക്കുമ്പോൾ ആ അമ്മയ്ക്ക് ദേഷ്യം. കാരണം അമ്മയ്ക്ക് കുറേ സങ്കല്പങ്ങൾ, അമ്മ നല്ലൊരു കണക്ക് അധ്യാപികയാണെന്ന് ആലോചിക്കണം, കുറേ സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ സിനിമയെക്കുറിച്ച് മകൾ അഭിനയിക്കുമ്പോൾ പോലും സിനിമയെക്കുറിച്ച് ടീച്ചർ അങ്ങനെ ഒരു നല്ല മാർക്കൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ഇപ്പോൾ ഇയാളായിട്ട് പ്രണയമുണ്ടെന്ന് തോന്നിയ മുതൽ രണ്ട് കണ്ണുകളും ജയറാമിൻ്റെ നിറക്കാണ് വന്നത്. അപ്പോൾ പറഞ്ഞു അപ്പം ചോദിച്ചു അങ്ങനെയൊന്നും ഇല്ലമ്മേ. അപ്പോൾ ടീച്ചർക്കറിയാം തൻ്റെ മകൾ അങ്ങനെയൊന്നും പോകില്ല, അങ്ങനെയെല്ലാം വളർത്തിയെന്നൊക്കെ അറിയാം. പക്ഷേ ഈ കമലിൻ്റെയും സത്യനന്ദിക്കാടിൻ്റെയും ഒക്കെ സിനിമകളിൽ കുറേ സ്വാധീനം ഈ സത്യനന്ദിക്കാടുണ്ട്. അപ്പോൾ ഇവരുടെ പ്രണയത്തിന് പച്ചക്കൊടി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സീനുകളെല്ലാം ടീച്ചർ കാണുക ബോധപൂർവം തന്നെ ഇവർ ഉണ്ടാകാറുണ്ട്. അത് അങ്ങനെ പോകുമ്പോൾ അവർ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അവർ സന്തോഷമൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു. ഇതൊക്കെ കുറേ നടന്നിട്ടുള്ളതാണ്, ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അത് രസം. അതുമാതിരി ശ്രീകുട്ടൻ്റെ സിനിമയിൽ ശ്രീകുട്ടൻ നമ്മുടെ ശ്രീകുട്ടൻ്റെ കൃഷ്ണനായരുടെ മകൻ ശ്രീകുട്ടൻ്റെ സിനിമ, ഇതൊക്കെ ഇവരുടെ പ്രണയത്തിന് വളം വെച്ച് കൊടുത്തിട്ടുള്ളതാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പിന്നെ ഈ പുതിയ കരുക്കൾ എന്ന് പറഞ്ഞാൽ ചെല്ലുന്നത്. അതൊന്നത് ക്രിസ്മസിൻ്റെ തലേദിവസം ഞങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അന്ന് ചെന്നപ്പോൾ ഇവരുടെ പ്രണയം കുറേ ഡീപ്പാക്കാൻ വേണ്ടി, ഇത് ഡീപ്പാക്കാന്ന് പറഞ്ഞാൽ ഇവരെ ഒരുമിച്ച്, അതായത് നമുക്ക് ഒരാളുടെ ഇൻറ്റിമസി ആയിട്ടുള്ള സീനുകൾ എടുത്ത് കൊടുക്കാം. അപ്പോൾ ആ തേക്കടിയിലെ മറ്റേ അവിടെ ഹോട്ടലിൻ്റെ അവിടെ വെച്ചിട്ട് അതിൻ്റെ കൊടക്കീഴിൽ വെച്ചൊക്കെ ഞങ്ങൾ മനോഹരമായിട്ടുള്ള കുറേ ഫോട്ടോസ്, അതായത് ഇവരെ ടച്ച് ചെയ്തിട്ടുള്ള കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരത്തെ അപ്പോൾ തമ്പി കണ്ണത്താനം പറഞ്ഞു നമുക്കിന്നൊരു കാര്യം ഷൂട്ടിങ് നിർത്തി വെച്ചിട്ട് ഈ ക്രിസ്മസ് കരോൾ നമുക്ക് നടക്കാം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് അവർ ഇവിടെ വെച്ചാൽ സിത്താരയുണ്ട്, ഗണേഷുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. സിത്താര അന്ന് എപ്പോഴും ഒരു പുസ്തകപ്പുഴാണ്, ഒരു സാധാ പാവം പെണ്ണ്, പുസ്തകം എപ്പോഴും കയ്യിലുണ്ടായിരിക്കും, ഒഴിവ് കിട്ടിയാൽ വായിക്കും, ആരുമായിട്ട് അത്ര അടുപ്പമില്ല, കാണിക്കാറില്ല, അങ്ങനെയാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു സിത്താര എന്ന് ആലോചിക്കണം. അപ്പോൾ വൈകിട്ട് എല്ലാവരും ഈ ക്രിസ്മസ് കരോളാണ്, അതിന് വീട്ടിലൊരു നല്ല വാഹനമൊക്കെ തുറന്ന വാഹനം സംഘടിപ്പിച്ചു. എല്ലാവരും ഇച്ചിരി വീശി, എല്ലാവരും ഞങ്ങളൊന്നും അതിലില്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാമല്ലോ. അപ്പോൾ ക്രിസ്മസ്കാരെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളുടെ ലക്ഷ്യം എന്താ, വെറൈറ്റി ഫോട്ടോസ് എടുക്കുക, കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ കരോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇയാൾ അതിൽ ചാടിക്കയറാണത്. ജയറാം ചാടിക്കയറാൻ ആദ്യം പാർവതി നിരുത്സാഹപ്പെടുത്തി, ജയറാമായിരുന്നു കയറരുത് കേട്ടോ, അവൻ കയറരുതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കയറരുതെന്ന് പറഞ്ഞെങ്കിലും ഇതിങ്ങനെ തുടങ്ങി സജീവമായിട്ട് ഈ വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പോയിക്കൊണ്ടിരിക്കുന്നതിൽ ബാലൻസ് തെറ്റുന്ന പോലെ, അതായത് ഇച്ചിരി വീശിയിട്ടുണ്ട് ജയറാം. അടിച്ചപ്പോൾ പാർവതി നിയന്ത്രണം വിട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ജയറാമേ വീഴരുത്, എനിക്കാണ് നഷ്ടം എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റുള്ളവർക്ക് അറിയുന്നത്. അപ്പോൾ നമുക്കത് കുഴപ്പമില്ല, കാരണം നമുക്ക് എന്നറിയാം അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ആൾക്കാരാണെന്ന്. അങ്ങനെയാണ് പരസ്യമായത് അവിടെ വെച്ചാണ്. പക്ഷേ അവരുടെ പ്രണയം തുടങ്ങിയത് അവിടെ വെച്ചല്ല. പ്രണയം തുടങ്ങി, അവർ കല്യാണം കഴിച്ചു, ഒരു സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു. പക്ഷേ ഇതിനിടയിൽ അക്കിടി പറ്റിയതെന്ന് ചോദിച്ചാൽ ജയറാമിന് എതിരില്ലാത്തൊരാളുണ്ടെങ്കിൽ, പക്ഷേ ദിലീപിൻ്റെ വരവ് ജയറാമിന് കുറേ ദോഷം ചെയ്തു എന്നുള്ളത് സത്യമാണ്. അതിന് ജയറാം കണ്ടുപിടിച്ചൊരു വഴി പിന്നെന്ന് വെച്ചാൽ വരുന്നവരോടൊക്കെ എപ്പോഴും തിരക്കിലാണ്, 5 വർഷം കഴിഞ്ഞ് ഡേറ്റുള്ളൂ എന്നൊക്കെ ഒരു രീതി ഉണ്ടാക്കി. ആ രീതിക്ക് തനിക്ക് പറ്റിയൊരു പ്രൊഡക്ഷൻ കൺട്രോളേയും ജയറാമിന് കിട്ടി. അപ്പോൾ നമ്മൾ ചെന്നിട്ട് ജയറാമിന് ജയറാം മോശക്കാരൊന്നുമല്ല, അത്യാവശ്യം പടങ്ങളുണ്ട്, പടം ഓടുകയും ചെയ്യും, ആർക്കും ബോറടിക്കില്ല. അവിടെ ചെന്നിട്ട് ജയറാമിൻ്റെ ഡേറ്റ് ചോദിച്ചാൽ ജയറാം ആദ്യം അയ്യോ ഒരു കാര്യം സോറി കേട്ടോ, എനിക്ക് നിങ്ങളുടെ പടത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ 5 വർഷത്തേക്ക് ഹൗസ്ഫുള്ളാണ് എൻ്റെ ഡേറ്റുകളെല്ലാം, 5 വർഷം നമുക്ക് ആലോചിക്കാമെന്ന് പറയും. അപ്പോൾ ജയറാമിനെ വെച്ച് സിനിമ ചെയ്യാൻ വന്ന ആൾക്കാർ ആ ഡേറ്റ് വാങ്ങാൻ നോക്കും. അവർ തിരിച്ചു പോരാൻ നേരത്ത് പറയും, ജയറാമെ നിങ്ങളുടെ ഡേറ്റ് കൊണ്ട് നിങ്ങളെ വെച്ച് ആദ്യം പടം ചെയ്യാവുന്നൊരു സ്വപ്നമായിരുന്നു തിരിഞ്ഞു വരുമ്പോൾ ജയറാം അവിടെ നിൽക്കൊരു കാര്യം പറയട്ടെ, ഒരാൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ ഡേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിങ്ങനെ വൈക്കത്തുള്ളൊരു ഫ്രണ്ടാണ്, അപ്പോൾ അയാളുടെ കയ്യിൽ 4-5 ഡേറ്റുകളുണ്ടെന്ന് എനിക്കറിയാം, അയാളെ കണ്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ കിട്ടും. അങ്ങനെ വൈക്കത്ത് പോകുന്നു, ആളുടെ പേര് പറയുന്നു, പേര് ഞാനിപ്പോൾ പറയുന്നില്ല, പേരല്ല പ്രശ്നം, സ്ഥലമാണ് പ്രശ്നം. അവിടെ ചെല്ലുന്നു, കാണുന്നു, അദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ടാണേ. അദ്ദേഹം ചെന്നപ്പോൾ അയ്യോ ഇല്ല കേട്ടോ, 5 വർഷത്തേക്ക് ജയറാമിന് ഡേറ്റ് ഇല്ല. അപ്പോൾ ഇയാൾ പറയുന്നു, അല്ല ജയറാം പറഞ്ഞല്ലോ താങ്കൾ വിചാരിച്ചാൽ ഡേറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അയാളൊരു കള്ളച്ചിരി ചിരിച്ചു പറഞ്ഞു, അതുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് വിഷമമാവില്ലേ, വിഷമം മറ്റുള്ളൊരു ഡേറ്റാണ്, ആ ഡേറ്റ് ഒന്നും വെട്ടിയിട്ട് വേണം നിങ്ങൾക്ക് തരാൻ, അതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുമില്ല, എന്തുവേണം ചെയ്യാം. അപ്പോൾ മറ്റു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞു,
ആ ഡേറ്റ് ഞാൻ പെട്ടുതരാം, പക്ഷേ അയാൾക്കൊരു 10 ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഈ കൈക്കൂലി എന്നല്ല പറയുന്നത്, അയാൾക്കൊരു 10 ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു 10 20 ലക്ഷം വേണേൽ കൊടുക്കാം, എനിക്ക് ആ ഡേറ്റ് പെട്ടെന്ന് കിട്ടണം എന്ന് പറയും. അങ്ങനെ ഡേറ്റ് കൊടുത്തു, പെട്ടെന്ന് ഡേറ്റ് കൊടുത്തു. ജയറാമിൻ്റെ പടം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനും 5 ലക്ഷം രൂപ ജയറാമിനുമാണ്. ഇത് ഇവർ ഒത്തുകളിയാണെന്ന് ആലോചിക്കണം, അല്ലാണ്ട് പടങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടല്ല. ഇങ്ങനെയും ചില തന്ത്രങ്ങളിലൂടെ ജീവിച്ച ഒരു നടൻ കൂടിയാണ് ജയറാം. ജയറാം ഒരിക്കലും നഷ്ടക്കച്ചവടത്തിലേക്ക് പോയിട്ടില്ല. എങ്ങനെ വീണാലും 4 കാലിൽ. അതിപ്പോൾ കമലഹാസനെ മണിയടിച്ച് കോമയോ മിമിക്രി കാണിച്ചാലും വേറെ ആയി ശരി, ജയറാം തന്നെയാണ്. അപ്പോൾ വേറൊന്നുമല്ല, ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നമ്മളൊക്കെ ദിലീപിനെ കുറുക്കൻ എന്നാണ് പറയുന്നത്. ദിലീപ് കുറുക്കനാണെങ്കിൽ ജയറാം കുറുക്കൻ്റെ കുറുക്കനാണ്.